ഗൈസ്, നിങ്ങൾ കറന്റ് യൂസ് ചെയ്യുന്ന പല വേ പ്രോട്ടീനിലും അതിന്റെ ലേബലിൽ കാണിച്ചിരിക്കുന്ന അത്രത്തോളം പ്രോട്ടീൻ അതിൽ കണ്ടെയ്ൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ബട്ട് റിയാലിറ്റി അതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു പ്രോഡക്റ്റിൽ അതിൽ എത്രത്തോളം പ്രോട്ടീൻ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ അതിൽ നൈട്രജന്റെ മെഷർമെന്റ് ആണ് എടുക്കുന്നത്. ബിക്കോസ് ഓരോ അമിനോ ആസിഡും ഡിഫറെന്റ് ആറ്റംസ് കൊണ്ട് നിർമ്മിച്ചതാണെങ്കിൽ പോലും അതിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന നൈട്രജൻ ആണ്. സോ മോർ നൈട്രജൻ ഈസ് ഈക്വൽ ടു മോർ പ്രോട്ടീൻ. എന്നാൽ ഒരു പ്രോട്ടീനും യൂസ് ചെയ്യാതെ തന്നെ ഈ നൈട്രജൻ കണ്ടന്റ് എൻഹാൻസ് ചെയ്യാൻ പറ്റും. അതായത് ഗ്ലൂട്ടമിൻ, ആർജിനിൻ, ലൈസിൻ, ക്രിയാറ്റിൻ തുടങ്ങിയ പല ചീപ്പസ്റ്റ് ക്വാളിറ്റി അമിനോ ആസിഡുകളും യൂസ് ചെയ്തുകൊണ്ട് ഈ ലാബ് ടെസ്റ്റിൽ ഫേക്ക് ആയിട്ടുള്ളൊരു ലേബൽ ഉണ്ടാക്കാൻ കമ്പനിക്കാർക്ക് ഈസി ആയിട്ട് പറ്റും. സോ അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയുള്ള സപ്ലിമെന്റ്സ് വാങ്ങിക്കാൻ നോക്കുക. ഒരിക്കലും പൈസ കുറഞ്ഞെന്ന് കരുതി അതിന്റെ പുറകെ പോകാണ്ടിരിക്കുക. അല്ലെങ്കിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള പല സപ്ലിമെന്റ്സും ഓൾറെഡി മാർക്കറ്റിലുണ്ട്. അവയുടെ ലാബ് ടെസ്റ്റും പലപ്പോഴും അവൈലബിൾ ആണ് ഓൺലൈനിൽ. സോ നോക്കി കണ്ട് മാത്രം സപ്ലിമെന്റ്സ് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ ശ്രമിക്കുക.